അപ്പോ പിന്നെ നമ്മളെ സ്കൂൾ തലത്തിലെ സാധനം ഞാൻ പറയുന്നില്ല. വന്ദന ചെയ്യാൻ വിട്ടില്ല. നമസ്കാരം. വിശപ്പാണ് എന്റെ പ്രശ്നം. ബഹുമാനപ്പെട്ട നാട്ടുകാർ, 1946-47 കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിജിക്ക് വിശന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും വിശന്നിട്ടില്ലയോ എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിച്ചു പോവുകയാണ്. വിശപ്പ് എന്നത് ഒരാളോട് പ്രതിഭാസമാകുന്നു. ഈ കവലപ്രസംഗം കൊണ്ടോ മാധ്യമങ്ങളിലെ പാചകക്കുറിപ്പുകൾ കൊണ്ടോ വിശപ്പിന് പരിഹാരമല്ല. വിശപ്പ് ഒരു ആഗോള പ്രതിഭാസമാണ്. നാളുണ്ടെന്ന് തോന്നുന്നു. എവിടെ പോയി കിടക്കവള? ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. ഇലയിൽ നോക്കുക, അവയിലുണ്ടോ, ശർക്കരപ്പേരുണ്ടോ, പുളിയഞ്ചിയുണ്ട്, അച്ചാറുണ്ട്. ഇതെന്തിന്റെ സ്ഥാന? പച്ചടിയുടെ. മതി മതി, ഇതൊക്കെ ഇങ്ങനെ ആവശ്യമുണ്ടായിട്ടല്ലേ? ഇതൊക്കെ കൂടി ഇങ്ങനെ കാണുമ്പോ മനസ്സിനൊരു സുഖ. അമ്മുടെ സദ്യ ഗംഭീരായിരുന്നു. ചോറൊക്കെ നോക്കിയിരിക്കുക. ആശ്രീകരം അപകടം വരിക. ഞാനൊരു പാവാണേ. 3-4 ദിവസമായി നല്ലതും കഴിച്ചിട്ട്. എന്റെ അമ്മ അസുഖമായിട്ട് കിടപ്പിലാണ്. അച്ഛൻ മരിച്ചുപോയി. എനിക്ക് വല്ലതും തരണം. കുട്ടിയെ അച്ഛൻ മരിച്ചൂടെ? നന്നായി ഒരു തെണ്ടിയോട് കൊണ്ടുവല്ലോ. അങ്ങനെ പറയുന്നു. എന്റെ അച്ഛൻ തെണ്ടിയായിരുന്നില്ല. കൂലിപ്പണി ചെയ്ത ഞങ്ങൾ ജീവിച്ചിരുന്നത്. ആയിക്കോട്ടെ, പിന്നെ സഹായിച്ചു അങ്ങോട്ട് കൊടുക്കുക. അതിന്റെ എനിക്കാവില്ലേ? അപ്പോ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. അങ്ങനെ പോവാ. അങ്ങനെ പോവാ. ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഗേറ്റൊക്കെ തുറന്നെങ്കിൽ കയറി നോക്കാം. ഞാനൊരു പാവാണ്. 3-4 ദിവസമായി വല്ലതും കഴിച്ചിട്ട്
പിന്നെ അമ്മ അസുഖമായിട്ട് കിടപ്പിലാണ്. അച്ഛൻ മരിച്ചുപോയി. ഒരു കാരണം റഹ്മാനായ തമ്പുരാനെ ഇത് തന്നെ പറ്റാത്തത്. എവിടെ ചങ്ങായി പോയി കിടക്കുന്നത്? ചങ്ങായി അങ്ങനത്തെ ഇവിടെ വേണം. അന്നോട് ഞാൻ പറഞ്ഞിട്ട് ആ ഗേറ്റ് തുറന്നിടേ വടച്ചോനെ. ഈ റമളാൻ മാസത്തിൽ മനുഷ്യനെ തൊഴിലുപടുത്തി നല്ലതും ചെറുക്കാ മാനേജ് ഓടുന്നു. അതെ ഓനെ കുറിച്ചാ പുറത്തേക്ക് ഗേറ്റ് അടച്ച അല്ലാതെ ഞമ്മക്കോട് വായിച്ചാളാ വായിക്കാം.